വെൽക്കം ടു എജ്യൂബോർഡ്. അപ്പം നമ്മളെല്ലാവരും ഇതാ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകളൊക്കെ അല്ലേ എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. അപ്പം നമുക്ക് പഠിക്കാനുള്ള നോക്കിക്കോളൂ. यह धरती है उस किसान की यह धरती है उस किसान की എന്ന് പറയുന്ന കവിതയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ കേദാർനാഥ് അഗ്രവാൾ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ. ഈ ഒരു കവിതയിൽ നിന്ന് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന് പറയുന്ന കവിതയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? എല്ലാവരും റെഡിയാണോ? യെസ്. അപ്പോൾ ആരും തന്നെ ടെൻഷൻ അടിക്കൊന്നും ചെയ്യേണ്ട കേട്ടോ. നമ്മൾ നല്ല രസമായിട്ട് പഠിക്കാൻ പോവാണ്. നമുക്ക് ഫുൾ മാർക്കാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ. ഖൂബ് ചാട്തി വായു സെ ആപ്നെ ക്യാ സംജാ. അപ്പോൾ നമ്മുടെ കവിതയിലുള്ളൊരു ലൈനാണ് അല്ലേ. ഖൂൻ ചാട്തി വായു സെ ആപ്നെ ക്യാ സംജ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയെന്നാണ് ആൻസർ. നോക്കിക്കോളൂ. ഖൂൻ ചാട്തി വായു സെ मतलब है वह कठोर और तपती हुई हवा जो है खेत में काम करते समय किसान को बहुत परेशान करती है. ഖൂൻ ചാട്തി വായു എന്ന്, ഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് അല്ലേ. ചാട്തി വായു നമ്മുടെ ബ്ലഡിനെ പോലും ഇങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വായു, എയർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഖൂൻ ചാട്ടി വായു എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വ കഠോർ എർ തപ്തി ഹുയി ഹവ जो खेत में काम करते समय किसान को बहुत परेशान करती है और उसके शरीर को ചോട്ടിൽ കർ ദേത്തി ഹെ അല്ലെ. എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഖൂൻ ചാട്ടി വായു എന്ന് പറയുന്നത് ഭയങ്കര കഠോരമായിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര ചൂടുള്ള വായു ആണ്. അത് നമ്മുടെ കർഷകർക്ക്, അതായത് എവിടെ ഖേതമേ കാം കർനെ വാലെ, കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, കിസാൻ കർഷകന് ബഹുത് പരേശാൻ കർത്തി ഹെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. और उसके शरीर को, അതിന്റെ അവരുടെ ശരീരത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ടല്ലേ ബുദ്ധിമുട്ടുകൾ ഭയങ്കര മോശമാക്കി മാറ്റുന്നുണ്ട്. ये हवा इतनी कठोर होती है कि ऐसा लगता है जैसे वह किसान का खून चूस रही हो. എന്താണ്? നമ്മുടെ ബ്ലഡ് ഒക്കെ വെള്ളം വറ്റി പോലെ, നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചൂടാവുന്ന സമയത്ത് അതിങ്ങനെ എയറിൽ ഇങ്ങനെ വാപ്പറേറ്റ് ആയിട്ട് ചെറുതായി കുറച്ച് കുറഞ്ഞു വരാറുണ്ട്. അതുപോലെ നമ്മുടെ ഖൂൻ ചൂസ് രഹി ഹോ, നമ്മുടെ ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ അത്രയും കഠോരമായിട്ടുള്ള, അത്രയും ചൂടുള്ള വായുവാണ്. അതായത് അത്രയും ചൂടുള്ള വെയിലിലാണ് ആര് നിന്ന് പണിയെടുക്കുന്നത്? കർഷകർ നിന്ന് പണിയെടുക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഇപ്പോൾ ഈ മാർച്ച് മാസമൊക്കെ നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ എന്താ വെയിൽ. ഓക്കെ, അപ്പോൾ അതേപോലെ ഖൂൻ ചാട്തി വായു എന്ന് പറയുന്ന പ്രയോഗത്തിൽ നിന്ന് നമ്മുടെ രക്തം വലിച്ചെടുക്കുന്ന രീതിയിലുള്ള അത്രത്തോളം ചൂടിലാണ് നമുക്ക് വെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉണ്ടാവും അല്ലേ. വയലിൽ ഭയങ്കരമായിട്ട് രാവും പകലും ഇല്ലാണ്ട് ഒരുപാട് പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബ്ലഡ് വലിച്ചെടുക്കുന്നത് പോലെയാണ് എന്നാ പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. ढेरों अन्न उपजाने के लिए किसान को किन किन का सामना करना पड़ता है. ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സഹിക്കേണ്ടി വരുന്നത്? കുറച്ച് അന്നം അല്ലെ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ढेरों अन्न उपजाने के लिए किसान को अनेक कठिनाइयों का सामना करना पड़ता है. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. കിസാൻ കോ മിट्टी का पूर्ण पारखी क्यों कहा. കിസാനെ, കർഷകനെ മിट्टी का पूर्ण पारखी അല്ലെ, മണ്ണിനെ കൂടുതൽ അറിഞ്ഞിട്ടുള്ള ആള് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നോക്കിക്കോളൂ. കിസാൻ കോ മിट्टी का पूर्ण पारखी इसलिए कहा गया है क्योंकि वह मिट्टी की गुणवत्ता, उसकी जरूरतें और उसके साथ कैसे काम करना है ये सब अच्छी तरह से जानते हैं. किसान को, കർഷകനെ മിट्टी का पूर्ण पारखी അല്ലെ, മിട്ടിയെ കുറിച്ച് എല്ലാം അറിയുന്ന ആൾ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിട്ടിക്കും ആ ഒരു മണ്ണിന്റെ ഗുണവത്ത, മണ്ണിന്റെ ഗുണം എത്രത്തോളം മൂല്യമുണ്ട്, ഗുണമുള്ളതാണോ മണ്ണാണോ, ഉസ്കി ജറൂരത്തെ, അതിൻ്റെ ആ ഒരു ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഓർ ഉസ്കെ സാത്ത് कैसे काम करना है, ആ മണ്ണ് ഉപയോഗിച്ച് എങ്ങനെ ജോലി ചെയ്യണം, യേ സബ്, ഇതെല്ലാം ആർക്കും അറിയാം? കർഷകന് വളരെ നല്ല രീതിയിൽ അറിയാം. അതുപോലെ തന്നെ അവ മിट्टी के साथ दबकर गलकर और अपने जीवन को घपाकर फसल उगाते हैं. അവര് മിട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നല്ലോണം ഉഴുത് മറിച്ച് ചവിട്ടി മെതിച്ച് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അതിൽ നിന്ന് ജീവൻ
കോ ഖപാകർ, ആ കർഷകന്റെ ജീവിതം മുഴുവൻ ആ മണ്ണിലാണ് അല്ലെ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഫസൽ ഉഗാത്താ ഹെ, അവര് ഒരുപാട് വിളവുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കർഷകൻ അറിയാം അല്ലെ. മണ്ണിനെ കുറിച്ച് അറിയാം, മണ്ണിൽ എന്തൊക്കെ വിളയും, എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, ഇനി എന്തൊക്കെ ആവശ്യമുണ്ട്, മണ്ണിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെയാണ് കർഷകനെ നമ്മൾ എന്ത് പറയുന്നത്? മിട്ടി കാ പൂർണ്ണ പാർഖി എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു നമ്മുടെ ആ ഒരു കവിതയിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രയോഗമാണല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കിക്കോളൂ, തൻകി ഖാദ് മിലാന കാ മത്ലബ് ക്യാ ഹെ? തൻകി ഖാദ് മിലാന എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നോക്കിക്കോളൂ, തൻകി ഖാദ് മിലാനെ കാ മത്ലബ് है किसान का अपनी मेहनत और पसीने को मिट्टी में मिलाना ताकि वह उपजाऊ बने और फसल उगा सके। यह किसान के समर्पण और कठिन परिश्रम का प्रतीक है जिसमें वह अपना सब कुछ मिट्टी को समर्पित कर देता है। കർഷകർ എന്താ ചെയ്യുന്നത്? കർഷകർ അവരുടെ ജീവിതം മുഴുവൻ മണ്ണിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒഴിഞ്ഞു വെക്കാന്നൊക്കെ നമ്മൾ പറയും, അതുപോലെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നോക്കിക്കോളൂ, തൻകി ഖാദ് മിലാനെ കാ മത്ലബ് ഹെ കിസാൻ കാ അപ്നി മെഹനത്ത് ഓർ പസീനെ കോ മിട്ടി മേ മിലാന. കർഷകൻ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മെഹനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാർഡ് വർക്ക് അല്ലെ. അവരുടെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ അവരുടെ പസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേർപ്പ്, അവരുടെ സ്വെറ്റ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? മിട്ടിമേ മിലാത്താ ഹെ, അവർ മണ്ണിൽ അലിയിക്കുക ചെയ്യുന്നത്. അവരുടെ ജീവിതം, അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ വേർപ്പ്, അവർ എന്ത് ചെയ്യുന്ന ആ മണ്ണിന് വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുന്നത്. താക്കിവ ഉപജാവു ബനേ ഓർ ഫസൽ ഉഗാ സക്കി, അവർക്ക് ഉപയോഗകരാവട്ടെ, അതുപോലെ തന്നെ വിളവുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അവർ അവരുടെ ജീവിതവും അവരുടെ വേർപ്പും അവരുടെ പരിശ്രമവും അല്ലെ ഒക്കെ അവർ നൽകുന്നത്. ഓക്കെ, ഈ കിസാന്റെ സമർപ്പൺ അല്ലെ, അതാ കിസാന്റെ ആ കർഷകന്റെ സമർപ്പണവും അതുപോലെ തന്നെ കഠിൻ പരിശ്രം കാ, അവരുടെ ആ പരിശ്രമത്തിന്റെ ഒക്കെ പ്രതീകമായിട്ടാണ് പറയുന്നത്. ജിസ്മേ വ അപ്നാ സബ് കുച്ച് മിട്ടി കോ സമർപ്പിത് കർ ദേത്താ ഹെ. ഇതില് ഈ അപ്നാ സബ് കുച്ച്, അവരവരുടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മിട്ടി കോ, മണ്ണിന് സമർപ്പിത് കർ ദേത്താ ഹെ, സമർപ്പിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്ത നോക്കിക്കോളൂ, ഇതും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് നോക്കൂ. കിസാൻ അപ്പനി ജിന്ദഗി कैसे व्यतीत करता है കവിത के ആധാർ पर लिखे. നമ്മളോട് പറയാണ്, ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കർഷകർ അവരുടെ ജീവിതം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അത് വെച്ചുകൊണ്ട് നമ്മളോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിസാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ കിസാൻ വർഷ ഓർ ധൂപ് മേ കാം കർത്താ ഹെ. കർഷകൻ വർഷ അല്ലെ, മഴയത്തും അതുപോലെ തന്നെ ധൂപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെയിലിലും പണിയെടുക്കാറുണ്ട്. ഇവിടെ നോക്കൂ, കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ. കർഷകൻ മണ്ണിന്റെ മർമ്മം അറിയുന്ന ആളാണ്, അതായത് മണ്ണിനെ കുറിച്ച് എല്ലാം അറിയുന്ന ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ കർഷകൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ കവിതയിലുണ്ട് അല്ലെ. ആ കവിതയിലുള്ള കാര്യങ്ങൾ കർഷകൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതണം. സിമ്പിൾ ആണ്, നോക്കിക്കോളൂ. കിസാൻ ഖൂൻ ചാർത്തി ഹുയി വായു മേ പാവനി കുർസി സേ ഖേത് ജൂജ്താ ഹെ അല്ലെ. കർഷകൻ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ രക്തം ഇങ്ങനെ വാർന്നു പോകുന്ന രീതിയിൽ അത്രയും വെയിലത്തും അവരെന്ത് ചെയ്യുന്നുണ്ട്? പണിയെടുക്കുന്നുണ്ട്. കിസാൻ വർഷ ഓർ ധൂപ് മേ കാം കർത്താ ഹെ. കർഷകൻ വെയിലത്തും മഴയത്തും എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? പണിയെടുക്കുന്നുണ്ട്. കിസാൻ അപ്പനെ ബേലോ കെ കന്ധോ പർ ഭാഗ്യ കാ ജുവാ രഖ്താ ഹെ. കർഷകൻ അവരുടെ കാളകളുടെ തോളിൽ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ ഭാഗ്യത്തിന്റെ ആ ഒരു വിഴുപ്പെടുത്ത് വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ. കർഷകൻ മണ്ണിന്റെ ആ ഒരു മർമ്മം എന്താണെന്ന് അവർക്ക് അറിയാം. കിസാൻ വർഷ ഓർ ധൂപ് മേ കാം കർത്താ ഹെ. അവര് വെയിലത്തും മഴയത്തും പണിയെടുക്കാറുണ്ട്. യെസ്, അപ്പൊ അത്രയാണ് അല്ലെ. പിന്നെ എന്താ ഇവിടെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വന്നു അല്ലെ. യെസ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആണേ. നോക്കൂ, കിസാൻ നയേ വർഷ മേ നയി ഫസൽ കെ ലിയെ ബീജ് ബോത്താ ഹെ. കർഷകൻ പുതിയ വർഷത്തില് നയി ഫസൽ കെ ലിയെ, പുതിയ വിളവിന് വേണ്ടിയിട്ട് ബീജ് ബോത്താ ഹെ, അവര് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. കിസാൻ മിട്ടി കെ സംഗ് തബക്കർ ഗൽക്കർ ഓർ മർക്കർ അപ്ന ജീവൻ ഖപാത്താ ഹെ. കർഷകൻ മണ്ണിന്റെ കൂടെ അവര് അത് ചൂടായി അതുപോലെ അതിൽ നിന്ന് മെഴുതില് അതിൽ മരിച്ച് ജീവിതം ഉണ്ടാക്കുന്ന ആളാണ്. ആ കർഷകൻ എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ജീവിതം ഉണ്ടാക്കുന്ന ആളാണ്. കിസാൻ അപ്പനെ തൻ കി ഖാദ് കോ മിട്ടി മേ മിലാക്കർ ഉസെ ജീവിത രക്താ ഹെ. അവരുടെ ശരീരവും മനസ്സും എല്ലാം മണ്ണിലേക്ക് നൽകിയിട്ടാണ് അവർ ജീവിതം നൽകാറുള്ളത്. കിസാൻ മിട്ടി മേ സോനെ കാ സപ്ന ദേഖ്താ ഹെ ഓർ ഉസ്കി മഹിമ ഖാത്താ ഹെ. കർഷകൻ മണ്ണിൽ ഉറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഉസ്കി മഹിമ, അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ആൾ കൂടിയാണ് എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും കേട്ടോ. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കിക്കോളൂ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാവേ. പഴയ സംജി ഓർ ലിഖേ ഇൻ പ്രയോഗോं पर ध्यान दे. നമ്മളോട് ജാഗ് കർ, ബർസാ കർ, ഗരജ് കർ, ധൂബ് കർ, തബ് കർ, മർ കർ, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കവിതയിലുള്ള കുറച്ച് പ്രയോഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഊപ്പർ ദിയേ ഗയേ ശബ്ദോं से नए वाक्य बनाकर लिखे, നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, ജैसे मैं मैदान में जाकर खेलता हूं. അപ്പോൾ खेलना എന്നുള്ള വാക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ജैसे मैं मैदान में जाग कर, ഞാൻ മൈതാനത്തിൽ അതായത് ഗ്രൗണ്ടിൽ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് ഞാൻ കളിക്കാറുണ്ടെന്ന് പറയാം. ഇനി ഇവിടെ ബർസാക്കർ, ഗരജ് കർ, ധൂബ് കർ, തബ് കർ, മർക്കർ എന്നുള്ള ഇത്രയും പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് പുതിയ സെന്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ, ഉത്തർ ബാദൽ ने बारिश बरसाकर हमें भिगो दिया. ബാരിഷിനെ അല്ലെ ബാദലിനെ, ബാദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങൾ, ബാരിഷ് ബർസാക്കർ മഴ പെയ്യിച്ചില്ലേ, പെയ്യിക്കുക എന്നുള്ളതാണ് ബർസാന. ബറസ്ന എന്നൊക്കെ പെയ്യുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, മഴ പെയ്യുക എന്ന് പറയില്ല. ആ ഒരു പ്രയോഗമാണ് ബർസാക്കർ എന്ന് പറയുന്നത്. ഇവിടെ പറയാണ് കാർമേഘങ്ങളെ മഴ പെയ്യിച്ച് ഹമേ ഭിഗോദിയ, ഞങ്ങളെ നനച്ചു എന്ന് പറയാണ്. ഓക്കെ, ബാദൽ ഗരജ് കർ ഹമേ ഡറാത്തെ രഹ. ബാദൽ ഗരജ് കർ, ഗരജ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇടി മുഴങ്ങുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സൗണ്ടാണ്. അപ്പൊ ബാദൽ ഗരജ് കർ ഹമേ ഡറാദിയ, അല്ലെ നമ്മളെ പേടിപ്പിച്ചു എന്നാ പറയുക, ഇടി വീട്ടിട്ട് നമ്മളെ പേടിപ്പിച്ചു. ഓക്കെ, സൂരജ് ശ്യാം കോ ഡൂബ് കർ छिप जाता है. ഡൂബിന വീഴുക. ഓക്കെ, അപ്പൊ ഡൂബിന വീഴുകയല്ല, മുങ്ങുകയാണ്. അപ്പൊ ഇവിടെ സൂരജ് ശ്യാം കോ ഡൂബ് കർ, സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി ആ കടലിലേക്ക് മുങ്ങി പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ, അസ്തമയൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ ഡൂബിന, അവിടെ ഡൂബിന എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചു. छिपादाना ഒളിഞ്ഞു പോവുക. ധൂബ് മേ തബ് കർ ഹം പസീനെ സെ ഭിഗ് ജാത്തെ ഹെ. തബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടെടുത്ത്, നമ്മളിങ്ങനെ ചൂടെടുക്കുക എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇവിടെ എന്താ പ്രയോഗിച്ചിട്ടുള്ളത്, ധൂബുമേ വെയിലത്ത് ചൂടെടുത്ത്, ഹം പസീനേസ് ഞങ്ങളിങ്ങനെ വേർപ്പ് കൊണ്ട് നനഞ്ഞിരിക്കുകയാണ്. അടുത്ത് നോക്കൂ, വ അപ്നെ സപ്നോ കോ പൂരാ കർത്തേ ഹുയേ മർക്കർ അമർ ഹോ ഗയേ. അവന്റെ സ്വപ്നങ്ങളെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കി, മർക്കർ അമർ ഹോ ഗയേ, മരിക്കുക അല്ലെ, മർക്കർ മരിച്ചുകൊണ്ട് അമരനായി മാറി അല്ലെ, മരിക്കാത്ത ഒരാളായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രയോഗങ്ങൾ അല്ലെ. ഇവിടെ നോക്കിക്കോളൂ, ബരസ്കർ, ഗരജ്കർ, ധൂബ്കർ, തബ്കർ, അതുപോലെ മർക്കർ. അപ്പൊ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ തന്നുകൊണ്ട് നിങ്ങളോട് സെന്റൻസുകൾ എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ കവിത എഴുതുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആസ്വാദനക്കുറിപ്പ് അല്ലെ. അപ്പൊ ആസ്വാദനക്കുറിപ്പ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ചോദിക്കാം. അപ്പൊ ആസ്വാദനക്കുറിപ്പ് ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കവിക പരിചയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ആരാണ് ആ കവിത എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒരു ചെറിയ സെന്റൻസ് അല്ലെ, ഒരു 3-4 സെന്റൻസുകൾ, ഒരു ചെറിയ പാരഗ്രാഫ് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗംഭീരമായി ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെ. അപ്പൊ കവിത എഴുതുന്ന ആള്, ആ എഴുതിയിട്ടുള്ള ആളെ കുറിച്ച് ഒരു 2-3 സെന്റൻസ് കൂടെ എക്സ്ട്രാ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഗംഭീരം. കവിതാക്ക പരിചയ ഹേ, കവിതയെ കുറിച്ച് നമ്മൾ പരിചയം കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ കവിതയിൽ മൊത്തത്തിൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് അല്ലെ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, കവിതയെ മൊത്തത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവണം. കവിതാക്ക ആശയ ഹേ അല്ലെ, കവിതയുടെ ആശയം വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കവിതയുടെ ആശയം വളരെ വ്യക്തമാവുന്ന രീതിയിൽ കൊടുക്കണം. കവിതാ വിശേഷതാओं का उल्लेख है, കവിതയിലുള്ള വിശേഷണങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം. അതുപോലെ തുകാന്ത ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, റൈമിംഗ് വേർഡ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് എഴുതാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ എഴുതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. അപ്നാ മത് ലിഖ്നാ ഹെ അല്ലെ. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് കവിത ഇഷ്ടമായോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, എന്നാണ് ഇഷ്ടപ്പെടാനോ അല്ലെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കവിതാക്കി ആസ്വാദനക്കുറിപ്പ് അല്ലെ, കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് കവിക പരിചയ, കവിയെ കുറിച്ച് പറയണം. കവിതാക്ക പരിചയ, കവിതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണം. കവിതാക്ക ആശയ, കവിതയുടെ ആശയം ഉണ്ടായിരിക്കണം. കവിതാക്കി വിശേഷതാओं का ഉല്ലേഖനം, അതായത് തുകാന്ത ശബ്ദങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് വിശേഷണങ്ങളോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷം അപ്നാ മത് ലിഖാ ഹെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിക്കോളൂ, നമ്മൾ കവിതാക്കി ആസ്വാദനക്കുറിപ്പ് എഴുതാണ് നമ്മുടെ ഈ ഒരു കവിതയുടെ. നോക്കിക്കോളൂ,
केदारनाथ अग्रवाल हिंदी साहित्य के प्रमुख कवि थे जिन्होंने अपनी कविताओं में ग्रामीण जीवन और किसानों की कठिनाइयों की प्रमुखता को स्थान दिया है. എന്താ പറയുന്നത്, കേദാർനാഥ് അഗ്രവാൾ എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിലെ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള കവിയാണ്. ജിനോനെ അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്, അപ്നി കവിതാവുമേ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഗ്രാമീണ ജീവൻ അല്ലെ, ഗ്രാമത്തിലുള്ള ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ കിസാനോ കി കഠിനായിയോ കർഷകരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഉൻകി കവിത യഹ് ധർത്തി ഹൈ ഉസ് കിസാൻ കി മേ കിസാനോ കി മെഹനത് और संघर्ष को अद्वितीय तरीके से प्रस्तुत किया गया है. അപ്പൊ എന്താ ഈ ഒരു കവിതയിൽ അദ്ദേഹത്തിന്റെ എല്ലാ കവിതയിലും ഗ്രാമീണ ജീവിതവും അതുപോലെ തന്നെ കർഷകരുടെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ കവിത യ ധർത്തി ഹൈ ഉസ് കിസാൻ കി എന്ന് പറയും നമുക്ക് പഠിക്കാനുള്ള കവിതയിൽ കിസാനോ കി മെഹനത്ത് ഓർ കർഷകരുടെ ആ ബുദ്ധിമുട്ട് അല്ലെ, പരിശ്രമം, ഹാർഡ് വർക്കുകളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങളെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം ഈ കവിതയിലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് എന്നായിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മളൊരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് യഹ് സുന്ദർ കവിത ഹേ എന്നൊക്കെ നമുക്ക് കൊടുക്കാം അല്ലെ, ഈസി ആയിട്ട്. യഹ് സുന്ദർ കവിത ഹേ, യഹ് കേദാർനാഥ് അഗർവാൾ ജി ദ്വാര രചിത് ഹേ, വളരെ സിമ്പിൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് എന്തായാലും ഫസ്റ്റത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്തായാലും ശ്രദ്ധയോടുകൂടി തന്നെ എഴുതാനായിട്ട് നോക്കുക. ബാക്കി നോക്കൂ, കവിത യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി മേ, കവി ने किसान की मेहनत और संघर्ष को प्रमुख बहुत प्रभावी रूप में प्रस्तुत किया है. कविता यह धरती है उस किसान की എന്ന് പറയുന്ന കവിതയിൽ നമ്മുടെ കവി കർഷകരുടെ ആ ഒരു ഹാർഡ് വർക്കിനെ കുറിച്ചും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങളെ കുറിച്ചും വളരെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓക്കെ, किसान अपने बैलों के साथ वर्षा और धूप में भी खेत जोतता है और बीज बोता है. കർഷകൻ अपने बैलों के साथ അവരുടെ കാളകളുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, രാത്രിയോ അല്ലെ നമ്മുടെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആ ഒരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്യാറുണ്ട്. उसकी मेहनत से नई फसल उगती है और ढेर सारा अन्न प्राप्त होता है. उसकी मेहनत से അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നയി ഫസൽ ഉഗത്തി ഹെ, പുതിയ വിളവുകൾ ഉണ്ടാവുന്നുണ്ട്. और ढेर सारा अन्न प्राप्त होता है, ഒരുപാട് നമുക്ക് അന്നവും കിട്ടാറുണ്ട് അല്ലെ, ഒരുപാട് ധാന്യമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. कवि ने बताया है कि धरती न किसी राजा की है और ना ही उसकी किसी गरीब की. കർഷകൻ പറയുന്നത്, കവി പറയാണ്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ അല്ല, നാഹി കിസി ഗരീബ് കി, ഒരു പാവപ്പെട്ട ആളുകളുടേതല്ല, ബൽക്കി കേവൽ കിസാൻ കി ഹെ, അത് ആരുടെയാണ്, അത് കർഷകന്റെയാണ് അല്ലെ. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് രാജാവിന്റെയോ അല്ലെങ്കിൽ ഗരീബായിട്ടുള്ള പാവപ്പെട്ട ദരിദ്രന്റെയോ അല്ല, ഭൂമി എന്ന് പറയുന്നത് അത് കർഷകന്റേതാണ്. കിസാൻ മിट्टी का पारखी होता है और अपने जीवन को तपकर गलकर और मरकर भी मिट्टी को उपजाऊ बनाता है. അവരുടെ ജീവിതം അല്ലെ, കർഷകന്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, കർഷകന്റെ ജീവിതം മണ്ണിനെ അറിയുന്ന രീതിയിലാണ് അല്ലെ. അപ്പൊ ആ ഒരു മണ്ണിൽ ജീവിച്ച് അതിലാണ് അദ്ദേഹം എന്തുണ്ടാക്കുന്നത്, ജീവിതം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. കവിത में तुकांत शब्दों का बहुत सुंदर प्रयोग हुआ है. കവിതയിൽ റൈമിംഗ് വേർഡ്സ് ഉണ്ട് അല്ലെ. തുകാന്ത ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൈമിംഗ് വേർഡ്സ്. അപ്പൊ റൈമിംഗ് വേർഡ്സിന്റെ വളരെ നല്ല രീതിയിലുള്ള പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ട്. ജैसे तब कर गल कर अपना सपना गाता जीता അല്ലെ, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. तब कर, मरकर, अपना सपना गाता जीता. इस प्रकार ये कविता किसानों के प्रति सम्मान और कृतज्ञता को प्रकट करता है. ഈ ഒരു കവിത എന്ന് പറയുന്നത് കർഷകരോടുള്ള ആ ഒരു സമ്മാനം അല്ലെ, അവരോടുള്ള ഒരു ആദരവും അതുപോലെ തന്നെ അവരോട് നന്ദി പറയുന്ന രീതിയിലുമാണ് ഇദ്ദേഹം ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഓക്കെ, റെഡി, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ആസ്വാദന കുറിപ്പ് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക, ആസ്വാദന കുറിപ്പ് എന്തായാലും ചോദിക്കും. ओके, इनी നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, कृषक दिवस पर आपके विद्यालय में जत्था निकाला जा रहा है, प्लेकार्ड के लिए संदेश वाक्य लिखिए. അപ്പോൾ നമ്മളോട് പറയാണ് പ്ലക്കാർഡിന് വേണ്ടിയിട്ട് സന്ദേശവാക്യങ്ങൾ എഴുതാനാണ്. സന്ദേശവാക്യങ്ങൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ വീട്ടിൽ നമ്മളെ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ പ്ലക്കാർഡും പിടിച്ച് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്ലക്കാർഡിന് വേണ്ടിയിട്ട് കുറച്ച് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, കർഷക ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജാഥ നടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കർഷക
കർഷകർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നോക്കിക്കോളൂ, ജീതാ രഹേ കിസാൻ അല്ലെ, ജീതാ രഹേ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ ജയിക്കട്ടെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഒരു പ്ലക്കാർഡ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ, കിസാനോ കാ സമ്മാൻ ദേശ് കാ ഗർവ്, കിസാനോ കാ സമ്മാൻ, കിസാൻ കർഷകരുടെ സമ്മാൻ ആദരവ് എന്ന് പറയുന്നത് നമ്മുടെ ദേശത്തിന്റെ അഭിമാനാണല്ലേ കർഷകർ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള 1-2 സെന്റൻസുകൾ, 1-2 സന്ദേശവാക്യങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലേഖാണ്. അപ്പൊ ഈ ഒരു ലേഖം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കിക്കോളൂ, സഫലതാ के लिए परिश्रम की आवश्यकता है, निम्नलिखित बिंदुओं पर चर्चा करें और लेख लिखे. സഫലതാ के लिए സക്സസ് ആവാനായിട്ട് എന്ത് വേണം? പരിശ്രം की जरूरत है അല്ലെ. നമ്മൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കണം, പരിശ്രമിക്കണം. ഓക്കെ, ഈ ഒരു കാര്യം താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ബിന്ദുക്കൾ, അതായത് താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സങ്കേതം നമുക്ക് സൂചനകൾ തന്നിട്ടുണ്ട്. ആ സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ, ജീവൻ മേ സഫലത പ്രാപ്ത് കർണ, ജീവിതത്തിൽ സഫലമാവുക അല്ലെ, സക്സസ് ആവുക. ഹാർ ദകാൻ കാ സാമന കർണ, തോൽവിയൊക്കെ ഉണ്ടാവും അല്ലെ, ആ തോൽവി ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ക്ഷീണിക്കും, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊക്കെ നമ്മൾ നേരിടണം. ഓക്കെ, സംഘർഷ വരെ ജീവൻ മേ ആകെ ബഡ്തേ ജാന, സംഘർഷങ്ങൾ നിറഞ്ഞിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തടസ്സം വരും, അതിൽ നമ്മൾ നീതി അടുത്തയിലേക്ക് പോകണം അല്ലെ. അങ്ങനെ നമ്മൾ ഒന്ന് കടന്ന് ഒന്ന് കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബഡ്തേ ജാന, അതിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകണം. പരിശ്രം കാ മഹത്വ പെഹചാന അല്ലെ, പരിശ്രമത്തിന്റെ ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം. സമാജ് ഓർ ദേശ് കെ വികാസ് മേ പരിശ്രം കാ യോഗ്ദാൻ, സമാജിലും അതുപോലെ ദേശത്തിനും അതിന്റെ വികാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം അല്ലെ. നമ്മുടെ ഹാർഡ് വർക്കിന്റെ ആ ഒരു യോഗ്ദാൻ എന്താണ്, അതിന്റെ ആ ഒരു സംഭാവന എന്താണ് എന്നുള്ളതൊക്കെ വെച്ചുകൊണ്ട്, അതായത് 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 5 പോയിന്റ്സ് വെച്ചുകൊണ്ട് നമ്മളോട് ലേഖനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ലേഖനം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ലേഖ കേലി ഉചിത് ശീർഷക് ലിഖാ ഹെ, ലേഖനത്തിന് ഒരു വളരെ ആപ്റ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. സങ്കേതവും വികസിത് കിയാ ഹെ, നമ്മൾ തന്നിട്ടുള്ള ആ ഒരു സങ്കേതങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്തിട്ടില്ല, കുറച്ചും കൂടെ വികസിപ്പിച്ച് എഴുതണം. ഭൂമിക ഓർ ഉപസംഹാര, ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കണം. ആൻഡ് ആശയ സ്പഷ്ട ഹെ, ആശയം നന്നായിട്ട് സ്പഷ്ടമാവുന്ന രീതിയിൽ എഴുതണം. ഉചിത് ഭാഷാ കാ പ്രयोग കിയാ ഹെ, നല്ല ഉചിതമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ലേഖനം എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ലേഖനം എഴുതുന്ന സമയത്ത് ശീർഷകം ഉണ്ടാവണം, നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സ് കുറച്ചും കൂടെ വികസിപ്പിച്ചിട്ട് എഴുതണം. അതുപോലെ ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കണം. ആശയം വ്യക്തമാവണം, നല്ല ഉചിതമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ഇതാ ലേഖനം ഒന്ന് നോക്കുകയാണ്. നോക്കിക്കോളൂ, പരിശ്രം സഫലതാ കി കുഞ്ചി, പരിശ്രം എന്ന് പറയുന്നത് സക്സസിലേക്കുള്ള ഒരു വഴിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, സഫലത പ്രാപ്ത് കർണേ കെ ലിയെ പരിശ്രം കി ആവശ്യകത ഹെ, നമ്മളോട് പറയാണ് സഫലത പ്രാപ്ത് കർണേ കെ ലിയെ, സക്സസ് ആവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പരിശ്രം സേ ഹം ജീവൻ മേ ഊഞ്ചായോ തക് പഹുഞ്ച് സക്തേ ഹെ, നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയരങ്ങളിലൊക്കെ എത്തുകയുണ്ടാവുള്ളൂ. ജീവൻ മേ ഹമേശ കൈ ചുനൗതിയോ കാ സാമന കർന പഡ്താ ഹെ, ജീവിതത്തിൽ ഒരുപാട് അല്ലെ, എപ്പോഴും ഹമേശ കൈ ചുനൗതിയൊക്കെ, ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ലേക്കിൻ ഹാർ ദഖാൻ സെ ഹാർ നഹി മാനി ചാഹി, പക്ഷെ തോൽവിയിൽ നമ്മൾ തോറ്റുപോയി എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇൻ സംഘർഷോ സെ ഹം സീഖ്തേ ഹെ ഓർ ആകെ ബഡ്തേ ഹെ, ഈ സംഘർഷങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം അല്ലെ, പാഠങ്ങൾ പഠിക്കണം, അതിൽ നിന്ന് നമ്മൾ ആകെ ബഡ്തേ ഹെ, അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം. പരിശ്രം സെ ഹമേ അപ്നെ ലക്ഷ്യോं തക് പഹുഞ്ചനെ മേ മദദ് മിൽത്തി ഹെ, പരിശ്രമത്തിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. സമാജ് ഓർ ദേശ് കെ വികാസ് മേ ഭി പരിശ്രം കാ ബഡാ യോഗ്ദാൻ ഹോത്താ ഹെ, സമാജില് അതുപോലെ തന്നെ നമ്മുടെ ദേശത്തിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ അതൊക്കെ വികസിക്കണം എന്നുണ്ടെങ്കിൽ പരിശ്രമം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് പരിശ്രമം എന്ന് പറയുന്നത് ഒരു വലിയ സംഭാവന തന്നെയാണ്. ഇസ്ലിയേ ഹർ ക്ഷേത്ര മേ പരിശ്രം കാ മഹത്വ പെഹചാന ജറൂരി ഹെ, അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രത്തിലും അല്ലെ, എല്ലാ രീതിയിലും നമ്മളോട് പറയാണ് നമ്മൾ പരിശ്രമത്തിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മുടെ കേദാർനാഥ് അഗർവാൾ എഴുതിയിട്ടുള്ള ഒരു കവിത ഉണ്ടായിരുന്നു അല്ലെ, അപ്പൊ ആ കവിതയിൽ നിന്ന് ഒരു
ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആസ്വാദനക്കുറിപ്പാണെങ്കിലും ലേഖനമാണെങ്കിലും സന്ദേശവാക്യമാണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിക്കുക, എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.